you.
നിമിഷം എത്ര ധന്യം സാഗരസ്പർശത്തിൻ സുഖനിമിഷം. ആ നിമിഷം എത്ര ധന്യം സാഗരസ്പർശത്തിൻ സുഖനിമിഷം. ബാബാ ശിവ ബാബാ നിർമ്മലമാം സ്നേഹദ്യുതി പകർന്നീടവേ മാനസപൂവനിയിലാനന്ദഭരിതമാം നാദം. ആരോരുമറിയാതെ സംഗമയുഗത്തിൽ വന്നു നീ, പാരിലെങ്ങും ശാന്തി മന്ത്രം ഏകി നീ. പാവനമാം നവലോകം ഭൂവിൽ രചിച്ചിടുവാൻ പരമധാമത്തിൽ പ്രശോഭിതമാം പരമദീപ്തത്തിൽ മനമാഴ്ന്നിടവേ, ആത്മലയത്തിൻ നിർവൃതിയാം അനുഭൂതിയായി എന്റെ ജന്മം സഫലമായി. നിമിഷം എത്ര ധന്യം സാഗരസ്പർശത്തിൻ സുഖനിമിഷം. ബാബാ ശിവ ബാബാ നിർമ്മലമാം സ്നേഹദ്യുതി പകർന്നീടവേ മാനസപൂവനിയിലാനന്ദഭരിതമാം നാദം. പരമപിതാവിൻ പരിലാളനം അറിവാമൃതിൻ പരിപാലനം. പരമപിതാവിൻ പരിലാളനം അറിവാമൃതിൻ പരിപാലനം. പരമാത്മാ സ്മൃതിയുടെ സുഖപാലനം. സംഗമയുഗമതിൻ വരദാനം. പരമപിതാവിൻ പരിലാളനം അറിവാമൃതിൻ പരിപാലനം.
ധർമ്മവും കർമ്മവും ഒന്നു ചേർന്നാൽ ഉന്മതൻ വെണ്മ വിളങ്ങിടുന്നു. ധർമ്മവും കർമ്മവും ഒന്നു ചേർന്നാൽ ഉന്മതൻ വെണ്മ വിളങ്ങിടുന്നു. കനകമയമായ പുതുജീവിതം കാൺമവർക്കെല്ലാം കൗതുകം. പരമപിതാവിൻ പരിലാളനം അറിവാമൃതിൻ പരിപാലനം.
you.
you.
ओम शांति शांति ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. ബാബയുടെ ഇന്നത്തെ മധുരമഹാവാക്യം നമുക്ക് കേൾക്കാം. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബുദ്ധിയിൽ സ്ഥായിയായി ഒരു ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കുമ്പോൾ അത് തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ചോദ്യം: ഏതു കുട്ടികളുടെ സർവീസിന് താല്പര്യമുണ്ടാകുമ്പോൾ, ഏതു കുട്ടികൾക്കാണോ സേവനത്തിന് താല്പര്യമുണ്ടാകുന്നത്, അവരുടെ അടയാളം എന്തായിരിക്കും? ഇന്ന് ബാബ നമ്മളോട് ചോദിക്കണത്, ഏതു കുട്ടികൾക്കാണോ സേവനത്തിനോട് താല്പര്യമുള്ളത്, അവരുടെ ലക്ഷണം എന്തായിരിക്കും? ഉത്തരം: അവർ വായിലൂടെ ജ്ഞാനം മാത്രം കേൾപ്പിക്കും. ജ്ഞാനം കേൾപ്പിക്കാതിരിക്കാൻ അവർക്കൊരിക്കലും സാധിക്കില്ല. അതാണ് ബാബ എന്ന് പറയുന്നത്, അവർക്ക് തൻ്റെ വായിലൂടെ ജ്ഞാനം കേൾപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല. അവർ ആത്മീയ സേവനത്തിൽ എല്ലുമുറിയെ സേവനം ചെയ്ത് സ്വാഹാജി. അവർ
ആത്മീയ സേവനത്തിൽ തൻ്റെ എല്ലുമുറിയെ അവർ സ്വാഹ ചെയ്യും. അവർക്ക് ആത്മീയ ജ്ഞാനം കേൾപ്പിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ടായിരിക്കും. അവർക്ക് ആത്മീയ ജ്ഞാനം കേൾപ്പിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ടായിരിക്കും. സന്തോഷത്തിൽ നൃത്തം ചെയ്യും. സന്തോഷത്തിൽ നൃത്തം ചെയ്യും. അവർ തന്നെക്കാളും വലിയവർക്ക് ബഹുമാനം നൽകും. അവർ തന്നെക്കാളും വലിയവർക്ക് ബഹുമാനം നൽകും. അവരിൽ നിന്നും പഠിച്ചുകൊണ്ടേയിരിക്കും. അവരിൽ നിന്നും പഠിച്ചുകൊണ്ടേയിരിക്കും. ഗീതം. ലോകം തന്നെ മാറിയാലും ഞാൻ ഒരിക്കലും ഈശ്വരന്റെ കൈവിട്ട് പോകില്ല. ഓം ശാന്തി. കുട്ടികളായ നിങ്ങൾ ഇന്നത്തെ പാട്ടിന്റെ വരികൾ കേട്ടോ എന്നെന്ന് ബാബ ചോദിക്കാൻ. ഇപ്പൊ എന്തായിരുന്നു ഇന്നത്തെ ഗീതം? ഭഗവാന്റെ കൈവിട്ട് ഞാൻ ഒരിക്കലും മാറില്ല. അതായത് ലോകം മാറിക്കോട്ടെ, പക്ഷെ ഒരിക്കലും ഭഗവാന്റെ കൈവിട്ട് ഞാൻ ഒരിക്കലും മാറില്ല. ഇത് നമ്മൾ കുട്ടികളുടെ പ്രോമിസിന്റെ ഗീതമാണ്. നമ്മൾ ഈശ്വരനോടുള്ള പ്രതിജ്ഞയുടെ ഗീതമാണ് ഇത്. ബാബ പറഞ്ഞു, സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹം കഴിക്കുന്നതിന് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യും? സ്ത്രീയും പുരുഷനും പരസ്പരം ഞങ്ങൾ ഒരിക്കലും തമ്മിൽ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ് വാക്കാൽ പറഞ്ഞ് ഉറപ്പിക്കാറുണ്ട്, അല്ലെ? എന്നിട്ട് ബാബ പറയണത് അവരെ പരസ്പരം എന്ത് ചെയ്യും? ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ട്. അതായത് ചേരാൻ പറ്റുന്നില്ലെങ്കിൽ, തമ്മിൽ ജീവിതത്തിൽ യോജിക്കാൻ പറ്റണില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? വിട്ടുപോവുകയും ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങൾ കുട്ടികൾ ഇവിടെ ആരോടാണ് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്? അല്ലെ, നമ്മൾ കുട്ടികളും ഇവിടെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ആരോടാണ് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്? ഒരിക്കലും മനുഷ്യനോടല്ലല്ലോ നമ്മുടെ പ്രതിജ്ഞ എന്ന് പറയുന്നത്, ഈശ്വരനോടുള്ള പ്രതിജ്ഞയാണ്. ഭഗവാനോടാണ് നമ്മൾ കുട്ടികൾ ഇവിടെ പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ബാബ പറഞ്ഞു, നിങ്ങൾ കുട്ടികൾക്കിപ്പോ ബാബയാകുന്ന സാജനമായിട്ടുള്ള വിവാഹബന്ധമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ബാബയുമായിട്ട് നിങ്ങളുടെ കുട്ടികളിവിടെ യോജിച്ചിരിക്കുകയാണ്. ബാബ നമ്മുടെ കുട്ടികളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ്. അങ്ങനെയുള്ള ബാബയെ എങ്ങനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും? പക്ഷെ ഇങ്ങനെയും കുട്ടികളുണ്ട്, ബാബയെ വിട്ടുപോകുന്നവരുമുണ്ട്. അതായത് ബാബ നമ്മുടെ കുട്ടികളെ ജീവിതത്തിലെ ഇത്രയൊക്കെ ഉയർത്തുകയും ചെയ്യുന്നു. പക്ഷെ അങ്ങനെയുള്ള ബാബയെ തന്നെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? വിട്ടുപോവുകയും ചെയ്യുന്നു. നിങ്ങൾ കുട്ടികൾ ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കണം, പരിധിയില്ലാത്ത ബാബ ഇവിടേക്ക് വന്നു കഴിഞ്ഞു. ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചിരിക്കുകയാണ്, അഥവാ വന്നിരിക്കുകയാണ്. ബാബ പറയുന്നു, കുട്ടികളെ ഇപ്പൊ നിങ്ങൾ ഇവിടെയല്ലേ, ബാബയുടെ അടുത്തല്ലേ ഇരിക്കുന്നത്, അല്ലെ? പക്ഷെ സെന്ററിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അവസ്ഥയായിരിക്കില്ല പുറത്തേക്ക് പോകുമ്പോൾ. പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥകൾക്കെല്ലാം മാറ്റം തീർച്ചയായിട്ടും വരും. ബാബ പറയുന്ന കുട്ടികളെ നിങ്ങളിവിടെ മനസ്സിലാക്കണം, അകത്തും പുറത്തും ഇരിക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ടായിരിക്കും. അതായത് ബാബയുടെ സന്മുഖത്തിരിക്കുമ്പോഴും അതേപോലെ പുറത്തു പോയിട്ടിരിക്കുമ്പോഴും തമ്മിൽ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ബാബ പറയുന്നത് കുട്ടികളെ നിങ്ങൾക്കറിയാലോ, പുറത്തുപോയി ജീവിക്കുമ്പോൾ ഒരിക്കലും ബാബയുടെ സന്മുഖത്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ, അല്ലേ? നമ്മുടെ മധുബനില് ബാബയുടെ മുരളി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബാബയുടെ സന്മുഖത്താണെന്ന് പറയും. ഇനി അതേപോലെ സെന്ററിൽ വന്നിരുന്ന് ബാബയുടെ മുരളി കേൾക്കുമ്പോഴും നമ്മൾ സന്മുഖത്താണെന്ന് പറയും. പക്ഷെ നമ്മൾ നമ്മുടെ കർമ്മക്ഷേത്രത്തിലേക്ക് പോയാലോ, കർമ്മക്ഷേത്രത്തിൽ നമ്മൾ ഒരിക്കലും ബാബയുടെ സന്മുഖത്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ബാബയെ കൂടെ വെക്കാനുള്ള പുരുഷാർത്ഥം നമ്മൾ ചെയ്യണം. നമ്മൾ ഏത് കർമ്മ മേഖലയിലാണെങ്കിലും
നമ്മുടെ ഓരോ സെക്കൻഡിലും ഓരോ ശ്വാസത്തിലും നമ്മൾ ഇങ്ങനെ ഒരു സങ്കല്പത്തിലിരിക്കണം, ബാബന്റെ കൂടെയുണ്ട്. ഞാൻ ഒരിക്കലും ബാബയിൽ നിന്ന് മാറിയിട്ടല്ല ഉള്ളത്. ബാബ പറയുന്നു, എല്ലാവരും ആഗ്രഹിക്കുന്നത് ബാബയുടെ സന്മുഖത്തിരുന്ന് മുരളി കേൾക്കണം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലേക്ക് വന്നു, ബാബ വന്നു കഴിഞ്ഞു. പക്ഷെ മറ്റ് സത്സംഗം പോലെ അല്ല ഇതെന്ന് പറയും, അല്ലെ? മറ്റെല്ലാ സത്സംഗത്തിലും നോക്കിക്കഴിഞ്ഞാലേ, അല്ലെ, ഏതെങ്കിലും വ്യക്തികളാകുന്ന സ്വാമിമാര് വന്നു, അല്ലെങ്കിൽ ഗുരുക്കന്മാര് വന്നു എന്നൊക്കെയായിരിക്കും. ബാബ പറയണേ, എന്നാൽ എല്ലാവരുടെയും അവസ്ഥയും ഏകരസവുമല്ല. ചിലരുടെയൊക്കെ ബുദ്ധിയോഗം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അലഞ്ഞുതിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവരുടെയും അവസ്ഥയും എന്തല്ലത്രേ, ഒരിക്കലും ഒരുപോലെയല്ല. അവസ്ഥയ്ക്കും എന്തുണ്ടെന്നാണ് ബാബ പറയുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഇരിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളെ മനസ്സിലാക്കണം. ചിലർക്ക് തൻ്റെ പതിയെ ഓർമ്മ വരുന്നു, ചിലരാണെങ്കിൽ തൻ്റെ സംബന്ധികളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, ഇവിടെയും അങ്ങനെ എത്രയോ പേരുണ്ട്, അല്ലെ? ബാബയുടേതായി മാറിയിട്ടും യോഗം ശരിയാകാത്തവരെ എത്രയോ പേരുണ്ട്. ബുദ്ധിയോഗം ഒരേ ഒരു ബാബയുമായിട്ട് ഉറപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. വളരെ വിരളം പേര് മാത്രമാണ് ബാബയുടെ ഓർമ്മയിലിരിക്കുന്നവർ. ലൗകിക ലോകത്തിലും അങ്ങനെയാണ്. ചിലപ്പോ ഏതെങ്കിലുമൊക്കെ സത്സംഗത്തിലിരിക്കുമ്പോൾ സത്സംഗത്തിലിരിക്കുന്നുണ്ടാകും, പക്ഷേ തൻ്റെ ഗുരുവിലായിരിക്കില്ല ശ്രദ്ധ, ചിലപ്പോൾ മറ്റ് പലതിലുമായിരിക്കും. അപ്പൊ ബാബ പറയണത്, ഇവിടെയും അങ്ങനെ പലരുമുണ്ട്. ഇവിടെ നിങ്ങൾ കുട്ടികള് ശിവബാബയുടെ ഓർമ്മയിലാണ് ഇരിക്കുന്നത്. പക്ഷെ എല്ലാവരും ശിവബാബയുടെ ഓർമ്മയിലാണെന്ന് പറയാനും പറ്റില്ല. ബുദ്ധി എന്ത് ചെയ്യുന്നു? അവിടെയും എവിടെയും ഒക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലേക്ക് ബുദ്ധി അലയുന്നുണ്ട്. ചിലപ്പോ മിത്രസംബന്ധികളെ ഓർമ്മിക്കുന്നു. മുഴുവൻ സമയവും ഒരു ശിവബാബയുടെ ഓർമ്മയിൽ ഇരിക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെയാണ്. അതായത് കർമ്മക്ഷേത്രത്തിൽ ഇരിക്കുമ്പോഴും മുഴുവൻ സമയവും ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാൻ നമ്മൾ കുട്ടികളെ കൊണ്ട് സാധിക്കുന്നു എങ്കിലേ അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതീന്ദ്രിയ സുഖം ഗോപികമാരോട് ചോദിക്കണം. ഗോപി വല്ലഭന്റെ ഗോപികമാരോട് ചോദിക്കണം. ബാബ പറയണ, അത് ഇവിടുത്തെ മഹിമയാണ്. ശരിക്കും പറഞ്ഞ നമ്മൾ ഓരോരുത്തരുമാണ് ഭഗവാന്റെ ഗോപികമാര്. ഗോപി വല്ലഭൻ എന്ന് പറയുന്നത് ശിവബാബ തന്നെയാണ്. ബാബ പറയണ, നിങ്ങളിവിടെ ബാബയുടെ ഓർമ്മയിലിരിക്കണം. നിങ്ങൾക്കറിയാലോ, ഈശ്വരന്റെ മടിത്തട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. സംഗം യുഗത്തില് ഈശ്വരന്റെ മടിത്തട്ടിലാണെങ്കിൽ സത്യുഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? ദൈവിക മടിത്തട്ടിലേക്ക് പോകും, അല്ലെ? ദേവതകളുടെ കൂടെ പോയി ജന്മം എടുക്കും. ബാബ പറയണ, ചിലരുടെ ബുദ്ധിയിലെ എപ്പോഴും തന്നെ സേവനത്തെ കുറിച്ചിട്ടുള്ള ചിന്തകൾ നടന്നുകൊണ്ടേയിരിക്കും. അവർക്ക് സേവ ചെയ്യണം എന്നുള്ള ചിന്തനത്തിൽ മാത്രമായിരിക്കും. ബാബ പറയുന്ന, കുട്ടികളെ, ഇനി ഈ ചിത്രങ്ങളുണ്ടല്ലോ, നമ്മുടെ തന്നെ അനവധി ചിത്രങ്ങളുണ്ടല്ലോ, അതിലൊക്കെ നിങ്ങൾ കുട്ടികളെ കറക്ഷൻസ് ചെയ്യണം. അതേപോലെ തന്നെ അതിലൊക്കെ നിങ്ങൾ എഴുതിയും കൂടെ ചെയ്യണം. വളരെ നല്ല കുട്ടികളുണ്ട്, അവര് മനസ്സിലാക്കും. ബാബയിൽ നിന്ന് കേട്ടിട്ട് അതിനെ വളരെ നന്നായിട്ട് പ്രാക്ടിക്കലാക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ചിലർക്കൊന്നും സങ്കല്പത്തിൽ പോലും ഒന്നും വരാറില്ല, അല്ലെ? എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്ത പോലും വരാറില്ല. ബാബ പറയുന്നു, ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ ബുദ്ധിയാകുന്ന സെഞ്ചി നിറയ്ക്കാനാണ് ബാബയും വന്നിരിക്കുന്നത്. ബാബയിലൂടെ ബുദ്ധിയോഗം വെക്കണം. ഒരൊറ്റ ബാബയിൽ മാത്രം നിങ്ങളുടെ കണക്ഷൻ വെക്കണം. നമ്പർ വാർ ധാരണ ചെയ്യുന്നവരും ഉണ്ടാകും. എല്ലാവരും ഒരുപോലെയല്ല ജീവിതത്തിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത്. അത് നമ്പർ വൈസാണ്. ചിലരെ നല്ല രീതിയിൽ കേട്ടിട്ട് ധാരണ ചെയ്യുന്നവരുമുണ്ട്. ചിലരാണെങ്കിലോ കുറച്ചു മാത്രമേ ധാരണ ചെയ്യുന്നുള്ളൂ. ബാബ പറഞ്ഞു, ബുദ്ധിയോഗം മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങൾ കുട്ടികളെ പോവാൻ പാടില്ല. അഥവാ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയോഗം പല ഭാഗത്തേക്ക് അലയുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ധാരണ എന്ന് പറയുന്നത് ശരിയായിട്ട് നടക്കില്ല.
പച്ചയായിട്ട് തന്നെ ഇരിക്കും. അതായത് പാകപ്പെടൽ. ബാബയുടെ ജ്ഞാനത്തിൽ നമുക്കൊരു പക്വത വരണ്ടേ? ആ പക്വതയ്ക്കാണ് ബാബ പറയാറുള്ളത് ജ്ഞാനത്തിൽ പക്കയാവുക എന്ന് പറയും. അങ്ങനെ ചില കുട്ടികൾക്ക് തൻ്റെ ബുദ്ധിയുടെ കണക്ഷൻ പല ഭാഗത്തേക്കും ഓടിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ധാരണയുണ്ടാവില്ല. ധാരണയില്ല എങ്കിൽ അവർ പാകപ്പെട്ടവരും ആയിരിക്കില്ല. ബാബ പറഞ്ഞു, കുട്ടികളെ, ഒരു പ്രാവശ്യം നമ്മൾ 2 പ്രാവശ്യമൊക്കെ മുരളി കേട്ടു, അതുകൊണ്ടൊന്നും ധാരണയാകില്ല അല്ലേ? കേൾക്കുന്നതൊക്കെ നിങ്ങൾക്ക് ആദ്യം പക്കയായിട്ട് അതൊരു ശീലമായിട്ട് മാറും. ബാബ നൽകുന്ന ജ്ഞാനം നമ്മൾ കേട്ട് കേട്ട് കേൾക്കുക എന്നുള്ളത് ശീലമാകണം. കുറേ കേൾക്കുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് സാധിക്കുള്ളൂ. ബാബ പറയണ എത്രത്തോളം നമ്മൾ കുട്ടികൾ കേൾക്കുന്നുവോ ഇനി അത്രയൊന്നും ആളുകൾക്ക് ധാരണയുമാകുന്നില്ല. ചിലപ്പോൾ കേൾക്കുന്നുണ്ടാകും, ധാരണയൊന്നും ആകുന്നുണ്ടാവില്ല. ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾക്കറിയാം, ആർക്ക് ധാരണയുണ്ടോ അവർക്ക് സേവനത്തിനോട് താല്പര്യം ഉണ്ടായിരിക്കും. സേവനത്തിന് വേണ്ടി അവർ കുതിക്കുന്ന ബാബ പറയും. അതായത് അത്രയും അവർക്ക് സേവ ചെയ്യാനുള്ള ആവേശം അഥവാ ലഹരി ഉണ്ടാകും. അവര് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ബാബയുടെ ജ്ഞാനം പറഞ്ഞു കൊടുക്കണം അല്ലെ, ദാനം ചെയ്യണം, ഈ ജ്ഞാനത്തെ ദാനം ചെയ്യണം. ബാബ പറഞ്ഞ അവർക്ക് ദാനം ചെയ്യാതിരിക്കാനേ പറ്റില്ല. ബാബ പറഞ്ഞ അങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾ കുട്ടികൾക്കും ഉണ്ടാകണം. ബാബ പറയുകയാണ്, കുട്ടികളെ, എല്ലാവരുടെയും ധാരണ ഒരുപോലെ ആകണമെന്നില്ല അല്ലെ, വ്യത്യാസം ഉണ്ടാവും തീർച്ചയായിട്ടും. ബാബ പറയുന്നു, കുട്ടികളെ, എല്ലാവർക്കും ഏകരസമായിട്ടുള്ള ഉയർന്ന പദവിയും കിട്ടില്ല. അതുകൊണ്ട് എന്താ, ബുദ്ധി പല ഭാഗത്തേക്ക് അലയുന്നു, അതുകൊണ്ടാണ് കിട്ടാത്തത് അല്ലെ. ബാബ നൽകുന്നത് ജ്ഞാനം ഒരുപോലെയാണെങ്കിലും നമ്മുടെ ബുദ്ധി അലയുന്നത് കാരണം ഒരുപോലെയുള്ള പദവി എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടിയില്ല. ഭാവിയിലെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കാനും സാധിക്കില്ല. ചിലരാണെങ്കിലോ സ്ഥൂലമായ സേവനത്തില് എല്ലാം മുറിയെ അവര് ബാബയുടെ സേവ ചെയ്യുന്ന പറയും. അതായത് അത്രയും അക്ഷീണമായിട്ട് അവര് സേവ ചെയ്യും, എല്ലാവരെയും തൃപ്തരാക്കും, നല്ല രീതിയിലുള്ള ഭോജനം ഉണ്ടാക്കി അതവരെ കഴിപ്പിക്കും. ബാബ പറയണ അതും ഒരു വിഷയമാണല്ലോ അല്ലെ. ബാബയുടെ യജ്ഞത്തിലെ പവിത്രമായിട്ടുള്ളൊരു ഭോജനം എന്ന് പറയുന്നതും നമ്മുടെ ഒരു വിഷയം തന്നെയാണ്. ചിലർക്ക് സർവീസിനോട് താല്പര്യമുണ്ടായിരിക്കും. അവർക്ക് വായ കൊണ്ട് ബാബയുടെ ജ്ഞാനം പറയാതിരിക്കാനേ അവർക്ക് സാധിക്കില്ല. അവരെന്ത് ചെയ്യും? ബാബയുടെ ജ്ഞാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. ബാബ പറയുന്ന കുട്ടികളെ ബാബയെ നോക്കുന്നുണ്ട്, ദേഹാഭിമാനമില്ലല്ലോ. കാരണം ദേഹാഭിമാനമുള്ളവർക്ക് ഒരിക്കലും ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. വളരെ വലിയവർക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ അതും ബാബ നോക്കുന്നുണ്ടാകും. ബാബ പറയുന്ന കുട്ടികളെ, ആരാണോ വളരെ വലിയ മഹാരഥികളായിരിക്കുന്നവരെ അവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും റെസ്പെക്റ്റ് വെക്കുക തന്നെ വേണം. എന്താണ് എത്ര വേണ്ടത്? ആരാണോ മഹാരഥികളായിരിക്കുന്നവരെ അവർക്ക് റെസ്പെക്റ്റ് ഉണ്ടാവുക തന്നെ വേണം. ബാബ പറയുന്ന കുട്ടികളെ, ചെറിയ ചെറിയ കുട്ടികളാണെങ്കിലും മിടുക്കരാണ് അല്ലെ, മിടുക്കരാണ്, അവർക്കും പല കാര്യങ്ങളൊക്കെ സാധിക്കും. ബാബ പറയണ വലിയവർക്ക് റെസ്പെക്റ്റ് വെക്കുന്നതിലൂടെ അവരുടെ ബുദ്ധിയും എന്ത് ചെയ്യും? പ്ലെയിൻ ബുദ്ധിയാകും അല്ലെ. എത്രത്തോളം മറ്റുള്ളവർക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നോ അത്രത്തോളം നമുക്കും ആശീർവാദം കിട്ടും. അപ്പൊ നമ്മുടെ ബുദ്ധിയിലുള്ള കറയും മറയും ഒക്കെ നീങ്ങിക്കോളും. സർവീസിനോടുള്ള താല്പര്യം കാണുമ്പോൾ ബാബയ്ക്കും സന്തോഷമാണ്. ബാബയും പറയും, ആ ഇവര് വളരെ നന്നായിട്ട് സേവ ചെയ്യുന്നുണ്ട്. ബാബ പറയുന്ന മുഴുവൻ ദിവസത്തിലും പ്രദർശനികളിലെല്ലാം മനസ്സിലാക്കി കൊടുക്കാനുള്ള പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. പ്രജകള് ധാരാളം ഉണ്ടാകും. ബാബ പറയുന്ന അല്ലാതെ പ്രജകളെ ഉണ്ടാക്കാൻ മറ്റൊരു ഉപായമില്ല. അതായത് പ്രദർശനികളിൽ പോയിട്ട് ബാബയുടെ ജ്ഞാനം പറഞ്ഞു കൊടുക്കലാണ് പ്രജകളെ തയ്യാറാക്കാനുള്ള നല്ല ഉപായമെന്ന് ബാബ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്. ബാബ പറയുന്ന കുട്ടികളെ നിറയെ ഉണ്ടാക്കണല്ലോ അല്ലെ. ചിലര് സൂര്യവംശത്തിലേക്ക് വരും, ചിലര് ചന്ദ്രവംശത്തിലേക്ക് വരും, ചിലരാണെങ്കിൽ രാജ റാണി പ്രജകൾ എല്ലാം തയ്യാറാകുന്നത് ഇവിടെ തന്നെയാണ് അല്ലെ. ബാബയുടെ സത്യുഗത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഏതൊക്കെ ആളുകളുണ്ടോ
ആ ആളുകളെല്ലാം തയ്യാറാകുന്നത് എവിടെ നിന്നാണെന്നാ ബാബ പറയണത്? ഇവിടെ തന്നെയാണ്, ഇവിടുത്തെ പുരുഷാർത്ഥത്തിൽ അനുസരിച്ചാണ്. ബാബ പറയുന്ന കുട്ടികളെ, എത്ര സേവനമാണ് നിങ്ങൾ കുട്ടികൾക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം, നമുക്കിപ്പോൾ ബ്രാഹ്മണരായി മാറി വീട്ടിലിരിക്കുക, വീട്ടിലിരുന്നു കൊണ്ടും ഓരോരുത്തരുടെ അവസ്ഥ എന്താണെന്ന് നോക്കണം. ബാബ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലെ? നിങ്ങൾ കുട്ടികളുടെ മാനസിക അവസ്ഥ എന്താണെന്ന്, സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ബാബ പറയുന്ന കുട്ടികളെ വീടൊന്നും ഉപേക്ഷിക്കണ്ട. ബാബ ഒരിക്കലും നമ്മുടെ അടുത്ത് എന്ത് പറയുന്നില്ല? വീടൊന്നും ഉപേക്ഷിക്കാനായിട്ട് പറയുന്നില്ല. ബാബ പറഞ്ഞു, നിങ്ങൾ വീട്ടിലിരിക്കൂ, പക്ഷേ ബുദ്ധിയിൽ നിശ്ചയമുണ്ടായിരിക്കണം, പഴയ ലോകം അവസാനിക്കാനുള്ളതാണ് അല്ലെ, അഥവാ പഴയ ലോകം തീരാനുള്ളതാണ്. ഇതെപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വേണം. നമുക്കിപ്പോ ബാബയുമായിട്ടാണ് നമ്മുടെ ജോലി ഉള്ളത്, ബാബയുമായിട്ടുള്ള സംബന്ധത്തിലുള്ള ജോലിയാണ് നമുക്കുള്ളത്. നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കണം, കഴിഞ്ഞ കൽപ്പത്തിൽ നമ്മൾ ഈ ജ്ഞാനം എടുത്തിട്ടുണ്ടായിരുന്നു, അവര് തന്നെ ഈ കൽപ്പത്തിലും എടുക്കുള്ളൂ അല്ലെ, പുതിയതായിട്ട് ആരും വരില്ല. സെക്കൻഡ് ബൈ സെക്കൻഡ് ഈ നാടകം റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ബാബ പറയുന്ന ആത്മാവിലാണ് ജ്ഞാനം മുഴുവനുള്ളത്, ബാബയിലുമാണ് ജ്ഞാനം ഇരിക്കുന്നത്. നിങ്ങളുടെ കുട്ടികൾക്കും ബാബയെ പോലെയായി മാറണം. ഈ ജ്ഞാനത്തിന്റെ പോയിന്റുകൾ ധാരണ ചെയ്യണം. എല്ലാ പോയിന്റുകളും ഒരേ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ധാരണ ചെയ്യാനോ പറ്റിയെന്ന് വരില്ല. വിനാശത്തിന് മുൻപ് നിങ്ങളുടെ കുട്ടികള് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് റെഡി ആയിട്ടിരിക്കാം അല്ലെ. അതായത് എന്തെങ്കിലും വലിയ കാര്യം വരുന്നതിന് മുൻപായിട്ട് നമുക്കൊരു തയ്യാറെടുപ്പ് ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ ബാബ പറയുന്ന കുട്ടികളെ, വിനാശത്തിന് മുൻപായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കണം. ബാബ പറയുന്നു, അതായത് അതേ വിനാശമാണ് വരാൻ പോകുന്നത്. സത്യത്രേതായുഗത്തിലെ യാതൊരു യുദ്ധവും ഉണ്ടായിരിക്കില്ല. യുദ്ധം, വിനാശം അല്ലെ, നശിക്കുക എന്നുള്ള ശബ്ദങ്ങളൊന്നും എവിടെയില്ല, ഏത് യുഗങ്ങളിലില്ല. സത്യുഗത്തിലുമില്ല, ത്രേതായുഗത്തിലും ഉണ്ടായിരിക്കില്ല. അതിനൊക്കെ ശേഷം വരുന്നതാണ് ഈ ശബ്ദങ്ങൾ, മറ്റ് ധർമ്മങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ബാബ പറഞ്ഞ ഈ സൈന്യങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പട്ടാളങ്ങൾ ആരംഭിക്കുക, യുദ്ധം ആരംഭിക്കുക, ഇതെല്ലാം ദ്വാപരയുഗം മുതലാണ്. ആദ്യം വരുന്ന ആത്മാക്കള് സദോ പ്രധാനമായിരിക്കും, പിന്നീട് സദോ രജോ തമോ സ്റ്റേജിലേക്ക് വരുന്നതാണ്. എന്താണത്രേ? ആദ്യം സദോ പ്രധാനമാണ്, പിന്നെ സദോ രജോ സ്റ്റേജിലേക്ക് വരുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് രാജധാനിയുടെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നത്? ശിവ ബാബ വന്ന് നമുക്കെല്ലാവർക്കും ജ്ഞാനത്തിന്റെ ഖജനാവ് നൽകുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലെ ഈ കാര്യങ്ങൾ ധാരണ ചെയ്യണം. എന്ത് വേണത്രേ? ബാബ പറയുന്ന കാര്യങ്ങള് നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിലെ ധാരണ ചെയ്യണം. വളരെ നല്ല നല്ല പോയിന്റുകളാണ് ബാബ എഴുതിപ്പിക്കുന്നത് അല്ലെ. ബാബ പറയുന്നത്, കുട്ടികളെ പോയിന്റുകൾ നല്ലതായി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് എഴുതുക തന്നെ വേണം. എഴുതുന്നത് നല്ലതാണ്. നിങ്ങളുടെ ബുദ്ധിയിലെ പല ടോപ്പിക്കുകൾ വരും. ഇന്നത്തെ കാലത്ത് ടോപ്പിക്കിൽ മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ബാബയുടെ ഈ ജ്ഞാനത്തിന്റെ ഓരോ വിഷയങ്ങൾ ഉണ്ടാകും, ആ വിഷയത്തിൽ മനസ്സിലാക്കി കൊടുക്കുന്നതും നല്ലത് തന്നെയാണ്. ബാബ പറയുന്നു, സത്യുഗത്തിലാകുമ്പോൾ 16 കലകൾ ഉണ്ടായിരുന്നു, പക്ഷെ ജന്മങ്ങളാകുന്ന പടികൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കലകൾ നിങ്ങൾ കുട്ടികളെ കുറയുകയും ചെയ്യും. സദോ രജോ തമോയിലേക്ക് വരുന്നത് വളരെ പെട്ടെന്നൊന്നുമല്ല, പതുക്കെ പതുക്കെയാണ്. സത്യുഗത്തിൽ സദോ പ്രധാൻ സ്റ്റേജാണ്, ത്രേതായുഗത്തിൽ സദോയാണ്, ദ്വാപരയുഗത്തിലെത്തുമ്പോൾ രജോയാണ്, കലിയുഗത്തിലെത്തുമ്പോൾ തമോ സ്റ്റേജാണ്. പക്ഷെ ബാബ പറയുന്നത്, ഈ ഒരു അവസ്ഥകൾ മാറുന്നുണ്ടല്ലോ അല്ലെ. ഈ മാറുന്നത് വളരെ പെട്ടെന്നായിരിക്കില്ല, ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമല്ല ഇത്, വളരെ പതുക്കെ നടക്കുന്ന കാര്യമാണ്. തമോ പ്രധാനതയിൽ നിന്നും ഇനി ബാബ പറയണ, നിങ്ങൾക്ക് പതുക്കെ ഇറങ്ങി എന്ത് ചെയ്യണം? സദോയിലേക്ക് വീണ്ടും കയറണം. അതായത് ഒരു ഇറക്കമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കയറ്റം കൂടി ഉണ്ടാകും അല്ലെ. കയറ്റത്തിൽ നിന്ന് ഒരു ഇറക്കം കൂടി ഉണ്ടാകും. അങ്ങനെ ബാബ പറയുന്നത് 5000 വർഷങ്ങൾ എന്ന് പറയുന്നത്
ഒരു കയറ്റത്തിൻ്റെയും ഇറക്കത്തിൻ്റെയും കലയാണ്. ബാബ പറയണത് കലകൾ കുറഞ്ഞു കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ഹൈ ജമ്പ് ചെയ്യണം. തമോ പ്രധാനതയിൽ നിന്ന് സദോ പ്രധാനമായിട്ട് മാറും. ഇതിനും സമയമെടുക്കുന്ന പറയുന്നു അല്ലെ. ഏതുപോലെ നമ്മൾ സദോ പ്രധാനതയിൽ നിന്നും തമോ പ്രധാനതയിലേക്ക് എത്താനും സമയമെടുത്തത്, അതേപോലെ തമോ പ്രധാനതയിൽ നിന്നും സദോ പ്രധാനമായി മാറാനും സമയമെടുക്കും. പക്ഷെ സമയം വളരെ കുറച്ചായതുകൊണ്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യണത്രേ? ഹൈ ജമ്പ് തീർച്ചയായിട്ടും ചെയ്യണം. ബാബ പറയുന്നു ഓരോ ദിവസങ്ങൾ കഴിയും തോറും നോക്കൂ, ജന്മങ്ങൾ എടുത്തപ്പോ നിങ്ങളുടെ കല കുറയുകയല്ലേ ചെയ്തത്. ഇവിടെ നിങ്ങൾ കുട്ടികള് ഈ ഒരു പഴഞ്ചൊല്ല് ഓർമ്മിക്കണം. ഇവിടെ കയറിയാൽ നിങ്ങൾക്ക് വൈകുണ്ഠ രസം കുടിക്കാം, ഇനി ഇറങ്ങിയാലോ ചാട്ടവാറ അടിയാണ് അല്ലെ. നമ്മൾ പറയില്ലേ കുഴിയും കുത്തി വീണു എന്ന് പറയില്ലേ, അതേപോലെ തന്നെ കയറിയാൽ നിങ്ങൾ കുട്ടികൾക്ക് ആകാശത്തോളം വാനോളം നിങ്ങൾ കുട്ടികൾക്ക് ഉയരാം. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാലോ കുഴിയും കുത്തി നിങ്ങൾ കുട്ടികൾക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയും വരും. ബാബ പറയുന്ന കുട്ടികളെ ചിലര് നോക്കിക്കഴിഞ്ഞാല് ഒറ്റയടിക്ക് എന്താ ചെയ്യണത്രേ? തവിട് പൊടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് വീണിട്ട് ദേഹബോധത്തിലേക്ക് വന്ന് 5 വികാരങ്ങളിലേക്ക് പെട്ടിട്ട് ഒറ്റയടിക്ക് എന്ത് ചെയ്യും? തവിട് പൊടിയാകും. ബാബ പറഞ്ഞ എല്ലുകൾ പോലും മുറിയുന്ന പറയും. അങ്ങനെയാണല്ലോ അല്ലെ. വീണ വീഴ്ചയിൽ ചിലപ്പോ എല്ലുകളൊക്കെ പൊടിഞ്ഞു എന്ന് വരും. ചില മനുഷ്യര് കണ്ടിട്ടില്ലേ ജീവഹത്യ ചെയ്യാറുണ്ട്. ആത്മഹത്യയല്ല, ജീവഹത്യ എന്നാ പറയുന്നത്. കാരണം ആത്മാവിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ. ജീവനല്ലേ ഹത്യ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ശരീരത്തിനല്ലേ. ബാബ പറയുന്നു കുട്ടികളെ ഇവിടെ നിങ്ങൾക്ക് ബാബയിൽ നിന്നുള്ള സമ്പത്ത് എടുക്കണം, ബാബയെ ഓർമ്മിക്കുകയും വേണം. കാരണം ബാബയിൽ നിന്നുള്ള സമ്പത്ത് നിങ്ങൾ കുട്ടികൾക്ക് എടുക്കണം. അപ്പോ ഓർമ്മിക്കാതെ നമുക്കൊരിക്കലും സമ്പത്ത് കിട്ടില്ല. അപ്പൊ എത്ര കണ്ട് ബാബയെ ഓർമ്മിക്കാൻ പറ്റുമോ അത്രയും നല്ലത് തന്നെയാണ്. ബാബ പറയുന്നു കുട്ടികളെ ഇവിടെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ബാബയെ ഓർമ്മിച്ച് ഭാവിയിലേക്ക് വേണ്ടി എത്ര സമ്പാദിച്ചു നമ്മൾ കുട്ടികൾ. അതേപോലെ അന്ധന്മാർക്ക് ഊന്നുവടിയായിട്ട് മാറണം. എന്താകണത്രേ? ആർക്കാണോ ജ്ഞാനമാകുന്ന കണ്ണില്ലാത്തത് അവർക്ക് നമ്മൾ ആശ്രയം കൊടുക്കുന്നവരായിട്ട് മാറും. ഇന്ന് ലോകത്തിലെ മനുഷ്യരെല്ലാവരും അങ്ങനെയല്ലേ, നിരാലംബരാണ് അല്ലെ, ആശ്രയം മറ്റ് ജീവിക്കുന്നവരാണ്. കാരണം ജ്ഞാനമാകുന്ന കണ്ണ് അവർക്കില്ല. ജ്ഞാനമാകുന്ന കണ്ണുണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിനൊരു വെളിച്ചം ഉണ്ടാകുള്ളൂ. അത് കൊടുക്കേണ്ടവരായിട്ട് നിങ്ങൾ കുട്ടികൾ മാറണം. വീടുകളിലെ ബാബയുടെ ജ്ഞാനത്തിന്റെ സന്ദേശം കൊടുക്കണം. പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പുതിയൊരു ലോകത്തിലേക്ക് വേണ്ടി രാജയോഗമാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബ പറയുന്ന സ്റ്റെപ്പ് കാണിച്ചിട്ടില്ലേ? ഏണിപ്പടിയുടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ബാബ പറയണേ ഇതുണ്ടാകാനും പരിശ്രമം ഉണ്ടെന്നാ പറയുന്നത്. അതായത് പഴയ ലോകം പുതിയതായി മാറാനും അതിൻ്റെ പിന്നിലും ഒരു പരിശ്രമം അഥവാ പ്രയത്നമുണ്ട്. മുഴുവൻ ദിവസവും നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. അതായത് ഏതൊക്കെ പ്രകാരത്തിലുള്ള സേവനങ്ങൾ നടത്താം എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ബാബ പറയണ അങ്ങനെയാകുമ്പോൾ അത് സഹജമായിട്ട് മാറിക്കോളും അല്ല. ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സഹജമായിട്ട് മാറും. ബാബ പറയണ മുഴുവൻ ലോകവും ഇവിടെ വരില്ല. ആരാണോ ദേവതാ ധർമ്മത്തിൽ പെട്ടവരെ അവര് മാത്രമേ ഇവിടെ വരും. നമ്മൾ എത്ര പേർക്ക് ജ്ഞാനം കൊടുത്താലും ആ ജ്ഞാനം കൊടുക്കുന്നത് എന്താണ്? ഒരു ഫിൽറ്ററിങ് ആണ് അല്ലെ, അഥവാ നമ്മൾ സെലക്ട് ചെയ്യലാണ്. ഇപ്പൊ നമ്മൾ ജ്ഞാനം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ളൊരു സാഹചര്യം സന്ദർഭം ഉണ്ടാക്കിയാലും ചിലപ്പോൾ ഒരു 100 പേര് എക്സിബിഷന് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ 1000 പേര് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കാണാനായിട്ട് വരുന്നുണ്ടാവും. പക്ഷെ അതിൽ പക്ക എന്ന് പറയാൻ ആവുന്നത് ചിലപ്പോൾ 1 2 പേരോ ആയിരിക്കും. അപ്പൊ അതിനർത്ഥം ബാബ പറയണത് എല്ലാവർക്കും സത്യുഗത്തിലേക്ക് വരാൻ പറ്റില്ലല്ലോ, വളരെ കുറച്ചു പേരല്ലേ വരുള്ളൂ. ആര് കഴിഞ്ഞ കൽപ്പങ്ങളിലും സത്യത്രേതായുഗത്തിലെ ദേവതാ ധർമ്മത്തിൽ പെട്ടവരാണോ അവര് മാത്രമേ ഈ കൽപ്പത്തിലും വരുള്ളൂ. പക്ഷെ നിങ്ങളുടെ സേവനം നടന്നുകൊണ്ടേയിരിക്കണം. അതായത് എല്ലാവരും വന്നല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളും കൈകെട്ടിയിരിക്കാൻ പറ്റില്ല. ഏതുവരയ്ക്കും നമുക്ക് ശ്വാസമുണ്ടോ അതുവരയ്ക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സേവ നമ്മൾ ചെയ്യണം. കാരണം സേവനത്തിലൂടെ നമുക്ക് ബാബയുടെ അടുക്കിലേക്ക് കുട്ടികൾ വരുന്നുണ്ടോ, അവര് പക്കയാകുന്നുണ്ടോ, അവര് ഉറക്കുന്നുണ്ടോ, അതൊക്കെ നോക്കണം നമ്മൾ.
പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്താണ് സേവ ചെയ്യുന്നത്? നമ്മുടെ പുണ്യം ഉണ്ടാക്കാനുള്ള ഒരവസരമാണ്. ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾക്കറിയാം ഏത് വരയ്ക്കും നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കും. ബാബ പറയുന്നത് അവസാനം വരയ്ക്കും ഉണ്ടാകും. ലക്ഷക്കണക്കിനും വർഷത്തിന്റെ കൽപ്പത്തിന്റെ ആയുസ്സുണ്ടെന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ശാസ്ത്രങ്ങളിലെ അങ്ങനെയൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ബാബ പറയുന്ന കുട്ടികളെ അങ്ങനെയൊന്നുമല്ല. എല്ലാവരുടെയും സദ്ഗതി ദാതാവെന്ന് പറയുന്നത് ബാബയാണ്. ബാബ പറയണ ബാബയ്ക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സദ്ഗതി നടത്തി തരാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കണം, ബാബയിലൂടെ നമ്മളെല്ലാവരും സത്യസത്യമായിട്ടുള്ള അമര കഥയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാബ പറയണ അമരനായ ബാബ വന്ന് കേൾപ്പിക്കുന്നു. കേവലം ബാബ ഇത്രയേ പറയുന്നുള്ളൂ, എന്നെ മാത്രം ഓർമ്മിക്കൂ, പവിത്രമായിട്ട് മാറും. പ്രജകളെയും നിങ്ങൾ കുട്ടികൾ തയ്യാറാക്കണം. ഇനി അല്ല നിങ്ങൾ പവിത്രമായി മാറുന്നില്ല, ബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ ശിക്ഷകളും അനുഭവിക്കേണ്ടതായിട്ട് വരും. പദവിയും നിങ്ങൾ കുട്ടികളെ കുറയും. സേവനത്തിൽ നിങ്ങൾ കുട്ടികളെ പരിശ്രമിക്കുക തന്നെ വേണം. സേവ ചെയ്യാനും ഒരു പ്രയത്നത്തിന്റെ ആവശ്യകതയുണ്ട്. ദദീജി ഋഷിയെ പോലെ ആയിരിക്കണം എന്നാ പറയും. അതായത് വിശ്വമംഗളത്തിന് വേണ്ടി ഏത് തരത്തിലുള്ള സേവ ചെയ്യാനും നമ്മൾ തയ്യാറായിരിക്കണം. അതായത് അത് സേവ ഈസി ആയിട്ടുള്ള സേവയാണോ, അല്ലെങ്കിൽ റോയൽ ആയിട്ടുള്ള സേവയാണോ, വാചാ സേവയാണോ, അങ്ങനെയൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. പകരം ഭഗവാന്റെ സേവനം ചിലപ്പോൾ കഠിനമായിട്ടുള്ളതാണെങ്കിലും ആ കഠിനമായിട്ടുള്ള സേവനവും നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. അതിനെയാണ് ബാബ പറയുന്നത്, ദദീജി ഋഷിയെ പോലെ ആയിത്തീരണം. ബാബ പറയണ എല്ലാം മുറിയെ നിങ്ങൾ കുട്ടികളെ സേവ ചെയ്യണം. അതായത് കഠിനമായിട്ടുള്ള കടുത്ത വർക്കുകൾ ചെയ്യാനും നമ്മൾ തയ്യാറാക്കണം. എല്ലാം മുറിയെ ബാബയുടെ സേവ ചെയ്യുക. തൻ്റെ ശരീരത്തെ പറ്റി പോലും ചിന്തിക്കരുത്, അല്ലെ? ഇപ്പൊ ചിലരാണെങ്കിലും എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാ സാധനങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് സേവ ചെയ്യാം. സേവ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും എനിക്ക് ചുറ്റും നന്നായിട്ടുണ്ടെങ്കിൽ എനിക്ക് സേവ ചെയ്യാൻ പറ്റും. ബാബ പറയണ അതല്ല. ഒരിക്കലും നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ വിശ്രമം നോക്കരുത്, അല്ലെങ്കിൽ ശരീരത്തിന്റെ സുഖം നോക്കരുത്, ശരീരത്തിൻ്റെതായിട്ടുള്ള നല്ല സൗകര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കാതെ സേവ ചെയ്യണം. അതിനെക്കുറിച്ച് പോലും ചിന്തിക്കരുത്. മുഴുവൻ ദിവസത്തിലും സേവനത്തോടുകൂടെ സേവനമായിരിക്കണം. ഇതിനെയാണ് പറയുന്നത് എല്ലുമുറിയെ സേവ ചെയ്യുക, അല്ലെ? നമ്മളിപ്പോ സംഗമോത്സവം നടന്നു. സംഗമോത്സവത്തിലും അങ്ങനെയായിരുന്നില്ലേ? നമ്മുടെ അമ്മമാരും ബ്രദേഴ്സ് എല്ലാവരും എന്തുമാത്രം രാത്രിയും പകലും മാസങ്ങളോളമുള്ള പ്രയത്നമായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കഠിനമായിട്ട് പ്രയത്നിക്കുമ്പോൾ മാത്രമാണ് അതിന്നൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടും സഫലതയും ഉണ്ടാകുള്ളൂ. പിന്നെ നമ്മൾ എന്തെല്ലാം മുറിയെ നമ്മൾ സേവ ചെയ്യുകയാണെങ്കിലും ബാബ എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഇരിക്കുന്നുണ്ടല്ലോ, അല്ലെ? ബാബ ശക്തി തരും തീർച്ചയായും. കാരണം സാക്ഷാരത്തിൽ നടത്തുന്നത് ഭഗവാന്റെ കാര്യമാണ്. അപ്പൊ ഭഗവാന്റെ കാര്യത്തിനെ ഭഗവാൻ തീർച്ചയായിട്ടും ശക്തിയും ബുദ്ധിയും കഴിവും എല്ലാം ബാബ തന്നെ നമുക്ക് തന്നോളൂ. പക്ഷെ നമ്മളൊന്ന് നിന്നു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ബാബയുടെ കാര്യം സാകാരത്തിൽ ചെയ്യിപ്പിക്കുമ്പോൾ ആ ചെയ്യുന്നതിൻ്റെ കൂലി തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് ഏവർക്കും നൽകുന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് ദേഹത്തെ പറ്റിയൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ് ബാബ പറയുന്നത്. ഇനി ഒന്നാണ് ഭൗതികമായിട്ടുള്ള എല്ലുമുറിയെ ഉള്ള സേവനം. രണ്ടാമത്തേതാണ് ആത്മീയമായിട്ടുള്ള സേവനം. രണ്ടും ഉണ്ട്, അല്ലെ? അതായത് ഒന്ന് ശരീരം കൊണ്ട് നമുക്ക് ഫിസിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ മെന്റലി ഉള്ള സർവീസുകളും ഉണ്ടായിരിക്കും, അല്ലെ? ബുദ്ധി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങള് ചിലപ്പോൾ പ്ലാനിങ് ആയിരിക്കും, ചിലപ്പോൾ ഐഡിയാസ് ആയിരിക്കും, അല്ലെ? ചിലപ്പോൾ മറ്റുള്ളവർക്ക് എന്താ പറയാ, ഒരു ലീഡർ ആയിരുന്നുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അതിലെ ഒരു അഡ്മിനിസ്ട്രേഷൻ വരും. ഇപ്പൊ രണ്ട് പ്രകാരത്തിലുള്ള സേവനമുണ്ട്. നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുമ്പോൾ അതും ഒരു ഹാർഡ് വർക്ക് തന്നെയാണ്. ഇനി മെന്റലി ചെയ്യുമ്പോൾ അതും ഒരു ഹാർഡ് വർക്ക് തന്നെയാണ്. പക്ഷെ ശരീരം കൊണ്ടുള്ള സേവ ഹാർഡ് വർക്ക് ആയിക്കോട്ടെ, അതുപോലെ മനസ്സുകൊണ്ടുള്ളൊരു ഹാർഡ് വർക്ക് ആയിക്കോട്ടെ, രണ്ടും ബാബയുടെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ആത്മീയ സേവനം ചെയ്യുന്നവർക്ക് ആത്മീയ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതായത് ബാബയുടെ സേവനം ചെയ്യുന്ന കുട്ടികളാണ് ആത്മീയ ജ്ഞാനവും നമ്മൾ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കണം. കാരണം
ധനം ദാനം ചെയ്യുന്നതിലൂടെ സന്തോഷം ഇരട്ടിക്കും. സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാൻ പറ്റും. ബാബ പറഞ്ഞ ലോകത്തിലെ മനുഷ്യർ നോക്കൂ, സേവ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഭൗതിക സേവനങ്ങളാണ് അല്ലെ. ലോകത്തിലെ മനുഷ്യരും പല പ്രകാരത്തിലുള്ള സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ ആത്മീയ സേവനം എന്ന് പറയാൻ പറ്റില്ല. അവര് ശാസ്ത്രങ്ങൾ കേൾപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പ്രകാരത്തിലുള്ള സേവനങ്ങൾ ചെയ്യുന്നു. പക്ഷെ അതൊരിക്കലും ആത്മീയ സേവനമല്ല. ആത്മീയ സേവനം എന്താണെന്ന് ബാബയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ബാബ പറഞ്ഞ സ്പിരിച്വലായിരിക്കുന്ന ബാബ വന്ന് തൻ്റെ സ്പിരിച്വലായിരിക്കുന്ന ആത്മാക്കൾക്ക് ഈ ജ്ഞാനം നൽകുന്നു, അഥവാ പഠിപ്പിക്കുന്നു. നിങ്ങൾ കുട്ടികളും തയ്യാറായിരിക്കണം. സത്യയുഗത്തിലെ പുതിയൊരു ലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തണം. ഇവിടെ നിങ്ങൾ കുട്ടികൾക്ക് ബാബ പറഞ്ഞ വികർമ്മങ്ങൾ ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ സത്യയുഗത്തിൽ ഒരിക്കലും വികർമ്മങ്ങൾ ഇല്ല. അവിടെ രാമരാജ്യമാണ്. ബാബ പറഞ്ഞ അവിടെ വളരെ കുറച്ചു പേര് മാത്രമേ ഉണ്ടായിരിക്കുകയും ചെയ്യുള്ളൂ. ഇപ്പൊ രാവണന്റെ രാജ്യമാണ്. എല്ലാവരും വളരെ ദുഃഖികളുമാണ്. ഈ മുഴുവൻ നോളേജും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. പക്ഷെ ബാബ പറയണത് നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ചാണ്, യഥാക്രമം അനുസരിച്ചാണ്. ബാബ പറയുന്ന സ്റ്റെപ്പുകൾ ഇറങ്ങി ഇറങ്ങി വരുന്നത് ചിത്രത്തിൽ കാണുന്നില്ലേ? ആ ചിത്രത്തിൽ ആ നോളേജാണ് അടങ്ങിയിരിക്കുന്നത് അല്ലെ. ജന്മങ്ങളുടെ താഴ്ചയാണ് കാണുന്നത്. പക്ഷെ ജന്മങ്ങളിൽ ഉയരുന്നത് ഇപ്പൊ മാത്രമാണ്. ബാബ പറയുന്നു ഈ അന്തിമ ജന്മമെങ്കിലും പവിത്രമായി മാറും. എങ്കിൽ പവിത്രമായ ലോകത്തിന്റെ അധികാരിയായി നിങ്ങളുടെ കുട്ടികൾക്ക് മാറാനായിട്ട് പറ്റും. ബാബ പറയുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, എല്ലാ മനുഷ്യരും അറിയട്ടെ എങ്ങനെയാണ് തമോ പ്രധാനതയിൽ നിന്ന് സദോ പ്രധാനമായി മാറേണ്ടത്. ഓർമ്മയാകുന്ന യാത്ര വേണം. ഓർമ്മയാകുന്ന യാത്രയിലൂടെ മാത്രമേ സദോ പ്രധാനമായി മാറാൻ കഴിയുള്ളൂ. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കണം. ബാബ പറയുന്ന കുട്ടികളെ ഈ നോളേജ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലും ഇല്ല അല്ലെ. ബാബ നൽകുന്ന ഈ നോളേജ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലും ഇല്ല. പുതിയ ലോകത്തിലേക്ക് പോകാൻ നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യണം അല്ലെ? പരിശ്രമിക്കണം. ആളുകൾക്കും ശാന്തി ലഭിക്കട്ടെ. ഭാരതത്തിൽ ഒരു കാലത്ത് സ്വർഗമുണ്ടായിരുന്നു. ബാബ വന്ന് ഭാരതീയർക്ക് രാജയോഗം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഭാരതത്തിലെ പ്രാചീന യോഗം എന്നൊക്കെ പറയാനുള്ള കാരണം അല്ലെ. ഭാരതത്തിലെ പ്രാചീന യോഗം എന്ന് പറയുന്നത് ഇതാണ്. ബാബ പറയുന്ന കുട്ടികളെ ഈ ചിത്രങ്ങളിലൂടെയും നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഈ സമയത്ത് നോക്കൂ, എല്ലാവരും തമോ പ്രധാനമാണ്. രചയിതാവായിരിക്കുന്ന രചയിതാവിൻ്റെയും ജ്ഞാനം അറിയണില്ല. രചയിതാവിൻ്റെ ജ്ഞാനവും രചനയുടെ ജ്ഞാനവും ആർക്കും അറിയുന്നില്ല. ബാബ പറയുന്നു നിങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റണം. നിങ്ങൾ പറയുക ആരുടെ പൈസയും ഞങ്ങൾക്ക് ആവശ്യമില്ല. പൈസ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നിങ്ങളും കേൾക്കൂ. നിങ്ങൾ മറ്റുള്ളവർക്കും ഈ ജ്ഞാനം കേൾപ്പിച്ചു കൊടുക്കും. ബാബ പറയുന്നത് നിങ്ങൾ ചിത്രങ്ങളെല്ലാം പ്രിന്റ് ചെയ്യൂ അല്ലെ. ചിത്രങ്ങൾ കൊണ്ടും വളരെയധികം പ്രയോജനങ്ങളുണ്ട് അല്ലെ. എത്രത്തോളം ചിത്രങ്ങളുണ്ടോ നല്ലതാണ്. ചിത്രങ്ങൾ കൊണ്ട് പ്രയോജനമാണ് ഉള്ളത്. ഹാളുകളെല്ലാം നിങ്ങൾ കുട്ടികൾ തയ്യാറാക്കണം. ചിത്രങ്ങൾ കൊണ്ടും വളരെയധികം പ്രയോജനമാണ് ഉള്ളത്. ഹാളുകളെല്ലാം തയ്യാറാക്കണം. ഹാളുകളൊക്കെ ഉണ്ടാക്കണം. അതിലൂടെയും നോളേജ് കേൾപ്പിക്കാനായിട്ട് പറ്റും. അല്ലാതെ പൈസ കൊണ്ട് ഇപ്പം എന്താ നമുക്ക് പ്രയോജനമുള്ളത്? ഒന്നുമില്ല. നിങ്ങൾ കുട്ടികളുടെയും വീട്ടിൽ മംഗളമേ ഉണ്ടാകുള്ളൂ. നിങ്ങൾ കേവലം പ്ലാൻ മാത്രം ചെയ്താൽ മതി. വളരെയധികം പേർക്കും ഇന്ന് രചയിതാവിനെ കുറിച്ചും രചനയുടെ നോളേജ് ഇല്ലാത്തതുകൊണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. വിദേശത്തിലുള്ളവരും ഈ നോളേജ് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടായിരിക്കും, വളരെയധികം താല്പര്യമുണ്ടാകും. ബാബ പറഞ്ഞ നിങ്ങളുടെ ഈ കാര്യങ്ങൾ കേട്ട് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടായിരിക്കും. പുരുഷാർത്ഥം ചെയ്യണം അല്ലെ. പുരുഷാർത്ഥം ചെയ്ത് യോഗം പഠിക്കണം, പഠിപ്പിക്കുകയും വേണം. തമോ പ്രധാനതയിൽ നിന്നും സദോ പ്രധാനമായി മാറുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്യും. സേവനത്തിന് വേണ്ടി വളരെ വളരെ ചിന്തയുണ്ടായിരിക്കണം. ഭാരതവാസികൾക്ക് ഈ ഒരു കലയാണുള്ളത്. ബാബ പറഞ്ഞ എല്ലാവിടെയും പോയിട്ട് അല്ലെ ബാബ ബാബ എന്നുള്ളത് പറഞ്ഞ് പഠിപ്പിക്കണം.
അതായത് ബാബ പറഞ്ഞ ഇതൊരു മിഷനാണ്, അല്ലെ, ഇതൊരു പദ്ധതിയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് എല്ലാവിടെയും പോയിട്ട് ബാബയുടെ ജ്ഞാനത്തെ എത്തിച്ചു കൊടുക്കുക. സമയം ഇനി വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ, അല്ലെ, പുതിയ ലോകം വരാൻ ഇനി അധികം താമസമൊന്നുമില്ല. ബാബ പറയണ എപ്പോ വേണമെങ്കിലും പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകാം, അല്ലെ. അതായത് പല പ്രകാരത്തിലുള്ള ദുരന്തങ്ങളും ആപത്തുകളും വരാൻ സാധ്യതയുണ്ട്. ബാബ പറഞ്ഞ 2-3 വർഷങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും സത്യുഗത്തിലെ, അല്ലെ, 2-3 വർഷങ്ങൾ കൊണ്ട്. ബാബ പറയണത് എന്തെന്ന് വെച്ചാല് പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കെട്ടിടങ്ങള്. പക്ഷെ അതൊക്കെ ബാബ പറഞ്ഞ പെട്ടെന്ന് പെട്ടെന്ന് ഇല്ലാതാവുകയും ചെയ്യും. ഇനി എത്രയെല്ലാം ഇന്ന് തയ്യാറെടുപ്പുകളാണ്, അല്ലെ, എന്തെല്ലാം സാധനങ്ങളും സാമാനങ്ങളുമാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ 2-3 വർഷങ്ങൾ കൊണ്ടാണ് പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടായതെങ്കിൽ ബാബ പറഞ്ഞ ഇന്ന് അങ്ങനെയല്ല. എഞ്ചിനീയറിംഗ് വിദ്യയൊക്കെ പുരോഗമിച്ചിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാകുന്നു. അതുകൊണ്ട് അധിക സമയം എടുക്കണില്ല. വിദേശത്തൊക്കെ അങ്ങനെയാണ്. മിനിറ്റ് മോട്ടറാണെന്നാ പറയുക. സെക്കൻഡിലാണ് മെഷീൻസ് ഉപയോഗിച്ച് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സ്വർഗത്തിലെല്ലാം ഇതുപോലെ തന്നെ വളരെ പെട്ടെന്നായിരിക്കും. അവിടെ സ്വർണവും വെള്ളിയും എല്ലാം വളരെ കൂടുതലായിട്ട് ലഭിക്കും. ഖനികളൊക്കെ ഉണ്ടാകുന്ന പറയുന്നു, അല്ലെ, വളരെ വലിയ വലിയ ഖനികളെല്ലാം ഉണ്ടാകും. ബാബ പറയുന്നു, കുട്ടികളെ, ഇവിടെ നിങ്ങൾ ബാബയെ ഓർമ്മിക്കണം, അല്ലെ. ബാബയെ ഓർമ്മിച്ച് മുഴുവൻ ലോകത്തെയും പുതിയതാക്കി മാറ്റുകയാണ്. രാവണന്റെ രാജ്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. 5 തത്വങ്ങളും നശിച്ചു പോകും, അല്ലെ. നശിച്ചു പോകുന്ന വെച്ചാൽ 5 തത്വങ്ങൾ തമോ പ്രധാനമായിട്ട് മാറും. 5 തത്വങ്ങളും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അല്ലെ, വളരെ തമോ പ്രധാനമായി മാറി വികൃതമായി മാറിയിരിക്കുകയാണ്. എന്നാ ബാബ പറയുന്നത് സത്യുഗത്തിലെല്ലാം ഫ്രഷ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ സ്വർഗം എന്ന് പറയുന്നത്. അവിടെ പ്രകൃതിയിലെ ഒന്നും ഒരു ഉപദ്രവങ്ങളും ഉണ്ടായിരിക്കില്ല. പ്രകൃതിയിലെ യാതൊരു പ്രകാരത്തിലുള്ള ഉപദ്രവങ്ങളും സത്യുഗത്തിൽ ഉണ്ടാവില്ല. രാവണന്റെ രാജ്യമല്ലേ, രാവണന്റെ രാജ്യമാണിത്. ബാബ പറഞ്ഞ ഈ രാവണന്റെ രാജ്യത്തിലെല്ലാം തന്നെ വിനാശമാക്കാനുള്ളതാണ്. സ്വർഗത്തിലെല്ലാം പുതിയതുമായിരിക്കും. ബാബ പറഞ്ഞ ഏറ്റവും നല്ലതാണ് നിങ്ങൾ കുട്ടികൾക്ക് ബാബയോട് വളരെയധികം സ്നേഹമുണ്ടായിരിക്കണം. ബാബ എത്ര ഖജനാവുകളാണ് കുട്ടികൾക്ക് നൽകുന്നത്, അതിനെ ധാരണ ചെയ്ത് മറ്റുള്ളവർക്കും കൊടുക്കണം. എത്രത്തോളം നിങ്ങൾ ദാനം ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ ഉള്ളിലെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സർവീസ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ ധാരണയുണ്ടാകും? ബാബ പറഞ്ഞു, സേവനത്തിന്റെ ബുദ്ധി നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. സേവ ചെയ്യാനുള്ള ബുദ്ധി നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. ബാബ പറയണ എത്രത്തോളം സേവ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഓരോ ദിവസങ്ങൾ കഴിയും തോറും, അല്ലെ, ഉന്നതി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. ബാബ പറയണ തൻ്റെ ഉന്നതിയും ചെയ്യണം, അല്ലെ. സേവനത്തിലൂടെ കുട്ടികളും വർദ്ധിക്കും, ഒപ്പം നിങ്ങൾ കുട്ടികളുടെ ഉന്നതിയും ഉണ്ടാക്കണം. അച്ഛ मीठे मीठे सिकीलदे बच्चों प्रति बाप पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार और गुड मॉर्निंग नमस्ते. ധാരണ: സദാ ആത്മീയ സേവനത്തിൽ തൽപരരായിരിക്കണം. സദാ ആത്മീയ സേവനത്തിൽ തൽപരരായിരിക്കണം. ജ്ഞാനധനം ദാനം ചെയ്ത് സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യണം. ജ്ഞാനധനം ദാനം ചെയ്ത് സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യണം. സ്വയം ധാരണ ചെയ്ത് മറ്റുള്ളവരെയും ധാരണ ചെയ്യിപ്പിക്കണം. സ്വയം ധാരണ ചെയ്ത് മറ്റുള്ളവരെയും ധാരണ ചെയ്യിപ്പിക്കണം. ബാബ ജ്ഞാനത്തിന്റെ എന്ത് ഖജനാവാണോ നൽകുന്നത്, ബാബ ജ്ഞാനത്തിന്റെ എന്ത് ഖജനാവാണോ നൽകുന്നത്, അതുകൊണ്ട് തൻ്റെ സഞ്ചി നിറയ്ക്കണം. അതുകൊണ്ട് തൻ്റെ സഞ്ചി നിറയ്ക്കണം. നോട്ട്സ് തയ്യാറാക്കണം, നോട്ടുകൾ എഴുതണം. ബാബയുടെ മുരളി കേട്ടിട്ട്
അതിന് നോട്ടുകൾ ഉണ്ടാക്കണം. പിന്നെ ഏതെങ്കിലും വിഷയങ്ങളിൽ സംസാരിക്കണം. വിഷയങ്ങൾ ഉണ്ടാക്കി വിഷയങ്ങളിൽ സംസാരിക്കണം. ജ്ഞാനധനം ദാനം ചെയ്യുന്നതിന് വേണ്ടി കുതിച്ചുകൊണ്ടേയിരിക്കണം. ജ്ഞാനധനം ദാനം ചെയ്യുന്നതിന് വേണ്ടി കുതിച്ചുകൊണ്ടേയിരിക്കണം. വരദാനം: സത്യതയാകുന്ന മഹാനദിയിലൂടെ സദാ സന്തോഷത്തിന്റെ ഊഞ്ഞാലിൽ ആടുന്നവരായ അതോറിറ്റി സ്വരൂപരായി ഭവിക്കും. സത്യതയുടെ മഹാനദിയിലൂടെ സദാ സന്തോഷത്തിന്റെ ഊഞ്ഞാലിൽ ആടുന്നവരായ അതോറിറ്റി സ്വരൂപരായി ഭവിക്കും. സത്യതയുടെ അതോറിറ്റി സ്വരൂപത്തിന്റെ കുട്ടികളുടെ മഹിമയാണ് സത്യം എപ്പോഴും തന്നെ നൃത്തം ചെയ്യും. സത്യം എപ്പോഴും തന്നെ നൃത്തം ചെയ്യും. സത്യത്തിന്റെ തോണി ആടും ഉലയും, പക്ഷെ മുങ്ങിപ്പോവില്ല. സത്യത്തിന്റെ തോണി ആടും ഉലയും, പക്ഷെ ഒരിക്കലും മുങ്ങിപ്പോവില്ല. താങ്കളെ ആര് തന്നെ എത്ര ഇളക്കാൻ ശ്രമിച്ചോട്ടെ, താങ്കളെ ആരെ എത്ര തന്നെ ഇളക്കാൻ ശ്രമിച്ചോട്ടെ, എന്നാൽ താങ്കൾ സത്യതയാകുന്ന മഹാനദിയിലൂടെ സന്തോഷത്തിന്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കും. സന്തോഷത്തിന്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കും. താങ്കളെയല്ല അവർ ഇളക്കുന്നത്, താങ്കളുടെ ഊഞ്ഞാലിനെ ആട്ടുകയാണ്. ഈ ഫീലിംഗ് ഉണ്ടാക്കും. താങ്കൾ ഇളകുകയല്ല, ഊഞ്ഞാലിൽ ആടുകയാണ്. താങ്കൾ ഇളകുകയല്ല, താങ്കളെ ഊഞ്ഞാലിൽ ആട്ടുകയാണ്. അവരോട് നന്ദി പറയൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ ആട്ടിത്തെറിക്കുകയല്ലേ. നിങ്ങൾ ബാബയോടൊപ്പം ഊഞ്ഞാലിൽ ആടുന്നവരായി മാറണം. നിങ്ങൾ ബാബയോടൊപ്പം ഊഞ്ഞാലിൽ ആടുന്നവരായി മാറണം. സ്ലോഗൻ: സർവശക്തികളുടെയും ലൈറ്റ് സദാ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ മായ ഒരിക്കലും സമീപത്തേക്ക് വരില്ല. സർവശക്തിവാന്റെ ലൈറ്റ് സദാ കൂടെ ഉണ്ടാകുമ്പോൾ മായ ഒരിക്കലും സമീപത്തേക്ക് വരില്ല. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിന്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നരായി മാറൂ. ഏകത, സ്വച്ഛത, മഹീനത, അതായത് സൂക്ഷ്മത, മധുരത, ഏകത, സ്വച്ഛത, മഹീനത, മധുരത, മനസ്സിലും വാക്കിലും കർമ്മത്തിലും മഹാനത. ഈ 5 കാര്യങ്ങളും ഓരോരോ സ്റ്റെപ്പിലും നിങ്ങളോടൊപ്പം ഉണ്ടാകുമ്പോൾ ബാബയുടെ പ്രത്യക്ഷത സഹജമായി തീരും. എന്തൊക്കെയാണ് പറഞ്ഞത്? ഏകത, സ്വച്ഛത, മഹീനത, മധുരത. മനസ്സിലും വാക്കിലും കർമ്മത്തിലും മഹാനത. ഈ 5 കാര്യങ്ങളും ഉണ്ടാകുമ്പോഴും ഓരോ ചുവടിലും നിങ്ങൾക്ക് ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോഴും സംസ്കാരങ്ങളിൽ വ്യത്യാസം കാണപ്പെടുന്നുണ്ട്. എന്നാൽ അതിൽ ഏകത കൊണ്ടുവരാം. ഒരൊറ്റ സംസ്കാരമുള്ളവരായിട്ട് മാറും. ഏകതയ്ക്ക് വേണ്ടി പരസ്പരം അഭിപ്രായങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുക്കും. ഹാൻചി പറയും. ഹാൻചി പറഞ്ഞ് മറ്റുള്ളവരുടെയും വിചാരങ്ങൾക്ക് മതിപ്പ് നൽകും. അങ്ങനെ ഏകതയുടെ ബന്ധനമുണ്ടാക്കും. ഏകതയാണ് സഫലതയുടെ സാധന. ഓം ശാന്തി. കുറച്ചു സമയം ശക്തിശാലിയായിട്ട് ബാബയുടെ ഓർമ്മയിലിരിക്കാം.
ഇന്നും നാളെയും ശിവജ്യോതി ഭവനിലെ ഭട്ടിയാണ്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരയ്ക്ക്, 7-ാം തീയതിക്കും 8-ാം തീയതിക്കും, ശനിയും ഞായറും. അപ്പോൾ ആർക്കൊക്കെ ഭട്ടിക്ക് പങ്കെടുക്കാനായിട്ട് വരാൻ പറ്റും, തീർച്ചയായിട്ടും ശിവജ്യോതി ഭവനിലേക്ക് വരാം. രാവിലെ 10 മണിക്ക് ഭട്ടി ആരംഭിക്കും, ഉച്ചയ്ക്ക് 1 മണിക്ക് തീരുകയും ചെയ്യും. ഓം ശാന്തി. ഒരു സെക്കൻഡിൽ ഞാൻ പറന്ന് ബാബയ്ക്കരികിൽ പരംധാമത്തിൽ അശരീരിയായി പരംധാമത്തിലെ മധുരമായ ശാന്തിയും അതിഗഹനമായ ശക്തിശാലിയായ പവിത്രതയും അനുഭവം ചെയ്യുന്നു. എനിക്ക് മുകളിലായി ജ്ഞാനത്തിന്റെ സൂര്യനായ ബാബ, പവിത്രതയുടെ സൂര്യനായ ബാബ, സർവശക്തിവാൻ, ബാബയിൽ നിന്നും ശക്തിശാലിയായ കിരണങ്ങൾ ആത്മാവ എന്നിൽ നിറങ്ങി എന്റെ മനസ്സിനെയും ശാന്തമാക്കുന്നു. ബാബയും ബിന്ദു, ഞാനും ബിന്ദു. ബിന്ദുവായ ബാബയിൽ നിന്നും സിന്ധുവിന്റെ അനുഭൂതി, ജ്ഞാനസൂര്യനായ ബാബയിൽ നിന്നും പ്രസരിക്കുന്ന പ്രഭ, എന്റെ ജന്മജന്മാന്തരങ്ങളിലെ സർവ പാപങ്ങളെയും ഭസ്മമാക്കും. ജ്ഞാനം ശുദ്ധമാകും, ശാന്തമാകും, ശക്തിശാലിയാകും. ഓം
ശാന്തി. तेरे शांति स्तंभ के आगे बाबा जब हम आते हैं, तेरे शांति स्तंभ के आगे बाबा जब हम आते हैं, वरदान लुटाते हुए तुमको सदा पाते हैं, तेरे शांति स्तंभ के आगे बाबा जब हम आते हैं। एक पल कभी ना गुजरे तुमको बगैर देखे, चलते हो
हे ब्रह्मा बाबा, पावन ब्रह्मा बाबा, जब से तुमसे प्रीत लगी है। हे ब्रह्मा बाबा, पावन ब्रह्मा बाबा, मन में अद्भुत शक्ति जगी है, शक्ति जगी है। हे ब्रह्मा बाबा, पावन ब्रह्मा बाबा। तुम तेजस्वी प्रतिभाशाली, करते हम सब की रखवाली। तुम दानवीर हो, दाता हो, सबके भाग्य विधाता हो, सबके भाग्य विधाता हो। हे ब्रह्मा बाबा, निश्चल ब्रह्मा बाबा, जब से तुमसे प्रीत लगी है। हे मीठे बाबा, पावन ब्रह्मा बाबा। तुम कर्मशील एकाग्र चित्त, देख के हो जाए मन पवित्र। तुम सौम्य शांति की भव्य मूर्ति, तुम करते सारी इच्छा पूर्ति, तुम करते सारी इच्छा पूर्ति। हे ब्रह्मा बाबा, निर्भय ब्रह्मा बाबा, जब से तुमसे प्रीत लगी है। हे प्यारे बाबा, पावन ब्रह्मा बाबा। राज ऋषि तुम बन के आए, योग की खुशबू भी तुम लाए। तुम सा नहीं है कोई दूजा, हम सब गाते तुम्हारी गाथा, हम सब गाते तुम्हारी गाथा। हे ब्रह्मा बाबा, तपस्वी ब्रह्मा बाबा, जब से तुमसे प्रीत लगी है। हे मीठे बाबा, हे प्यारे बाबा, मन में अद्भुत शक्ति जगी है, शक्ति जगी है। हे ब्रह्मा बाबा, तपस्वी ब्रह्मा बाबा, हे मीठे बाबा, पावन ब्रह्मा बाबा।